ഇന്ത്യ ഇസ്രായേൽ ഉഭയകക്ഷി ചർച്ച ഇന്ന് നടക്കും. പ്രതിരോധ, വ്യാപാര, സാമ്പത്തിക രംഗങ്ങളിൽ സഹകരണം കൂട്ടാനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും. ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലെന്നും ഇന്ത്യ ഇന്നും നാളെയും ഇസ്രായേലിനൊപ്പമെന്നും വ്യക്തമാക്കിയിരുന്നു. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശനം തുടരുകയാണ്. ഏറെ പ്രാധാന്യമുള്ള സന്ദർശനമാണ്. വിവിധ കരാറുകളുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് പ്രതിരോധ രംഗത്തൊക്കെയാണ് ഇസ്രായേലിന്റെ സഹായം ഇന്ത്യ തേടുന്നത്. എന്തൊക്കെയാണ് ഇന്നത്തെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ? രഞ്ജിത്ത്, തന്ത്രപ്രധാനമായ കരാറുകളിലാണ് ഇസ്രായേലും ഇന്ത്യയും ഒപ്പുവെക്കാൻ പോകുന്നത്. ഇന്നാണ് ഉഭയകക്ഷി ചർച്ച നടക്കുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് നരേന്ദ്രമോദി ഇസ്രായേലിലെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിക്ക് സ്വീകരണം നൽകി. തുടർന്ന് പ്രധാനമന്ത്രി ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലെ രാഷ്ട്രീയം തന്നെയാണ്. 2023 ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിൽ നടത്തിയ അക്രമത്തെ പ്രധാനമന്ത്രി അതിക്രൂരമെന്നാണ് വിശേഷിപ്പിച്ചത്. തീവ്രവാദ നിലപാടിൽ ഇസ്രായേലിനൊപ്പമാണ്, അതിനെ ചെറുക്കുന്ന നിലപാടിൽ ഇസ്രായേലിനൊപ്പമാണ് ഇന്ത്യ നിലകൊള്ളുന്നത്. ഒരേ തരത്തിൽ തന്നെയാണ്. ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി എന്നത് തീവ്രവാദമാണ്. അതിനെ ചെറുക്കുന്ന നിലപാടുമായി ഇന്ത്യ മുന്നോട്ട് നിൽക്കുന്നു. അവിടെ ഇസ്രായേലും ഇന്ത്യയും കൈകോർക്കുന്നു എന്ന കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും പ്രധാനമന്ത്രിയെ പ്രശംസിക്കുന്ന വാക്കുകളാണ് പറഞ്ഞത്. എക്കാലത്തും ഇന്ത്യ നല്ല സുഹൃത്താണ് എന്ന തരത്തിൽ അദ്ദേഹം ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട നിർണായക ഘട്ടങ്ങളിൽ ഇന്ത്യ നൽകുന്ന പിന്തുണയെയും നെതന്യാഹു ഓർമ്മിപ്പിച്ചു. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കരാറുകളിലേക്ക് പോകുന്നത്. അയൺ ഡോം ഉൾപ്പെടെ വാങ്ങുന്നതിലേക്ക് ഇന്ത്യ പോവുകയാണ്. ഇസ്രായേലിൽ നിന്ന് അത്തരം ആയുധങ്ങൾ വാങ്ങുക, പ്രതിരോധ കരാറിലേക്ക് പോകുന്ന നടപടി നമുക്കറിയാം. മിസൈലുകളെ ചെറുക്കുന്ന തരത്തിലുള്ള ആയുധ സംവിധാനമാണ്. അത് ഇസ്രായേൽ പലതവണ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും അത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ മിസൈലുകളെയൊക്കെ തകർത്ത് കളഞ്ഞത് അയൺ ഡോം ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ്. അത്തരമൊരു സഹകരണത്തിലേക്ക് ഇന്ത്യ നീങ്ങുന്നു. അതോടൊപ്പം തന്നെയാണ് ഇസ്രായേലിലെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലും സഹകരിച്ച് നീങ്ങാനാണ് ഇരു രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. വ്യവസായം, സാങ്കേതികവിദ്യ, കൃഷി, പ്രതിരോധം തുടങ്ങി ഒട്ടനവധി മേഖലകളിൽ കൈകോർത്ത് പോകാനുള്ള തീരുമാനമാണുള്ളത്. പ്രധാനമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണങ്ങളാണ്. അതുകൂടി ചേർത്ത് വെച്ചാണ് ഇസ്രായേൽ നേരിടുന്ന പ്രശ്നങ്ങളെ പ്രധാനമന്ത്രി ഉദ്ധരിച്ചത്. അങ്ങനെ ഇരു രാജ്യങ്ങളും ഒരേ തരത്തിൽ തീവ്രവാദ ഭീഷണി നേരിടുന്നുണ്ട്. അവിടെ കൈകോർത്ത് പോകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നരേന്ദ്രമോദി പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ടൊരു സമയമാണ് എന്നുകൂടി നമുക്കറിയാം. ഇറാനുമായുള്ള അമേരിക്കയുടെ ചർച്ചകൾ നടക്കുന്നൊരു സമയമാണ്. അവിടെ ഏത് നിമിഷവും ഇറാനെ അമേരിക്ക ആക്രമിക്കും. അവിടെ ഇസ്രായേൽ അമേരിക്കയ്ക്കൊപ്പം കൈകോർക്കും എന്ന കാര്യം ഉറപ്പാണ്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ഒരു ചർച്ച നടക്കുന്നത്. മാത്രമല്ല, പല ഭാഗത്തു നിന്നുള്ള ആക്രമണ ഭീഷണി ഇന്ത്യയും നേരിടുന്നുണ്ട്. നേരത്തെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ ബംഗ്ലാദേശ് ഒരു കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് ലഷ്കർ-ഇ-തയ്യിബ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയെ ആക്രമിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അതിൻ്റെ പേരിലുള്ള അറസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നു. 7 അറസ്റ്റുകളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇത്തരത്തിൽ പല ഭീഷണികൾ ഇരു രാജ്യങ്ങളും നേരിടുമ്പോൾ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് ഇസ്രായേലും ഇന്ത്യയും തീരുമാനിച്ചിട്ടുള്ളത്. അതിന് അനുഗുണമായ തരത്തിലുള്ള കരാറുകൾ ഒപ്പുവെച്ച് ഈ രാജ്യങ്ങൾ മുന്നോട്ട് പോകും. അപ്പോഴും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ സന്ദർശനത്തെ വിമർശിക്കുന്നുണ്ട്. ഗസയിലെ ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ, അതേക്കുറിച്ച് പരാമർശിക്കാൻ നരേന്ദ്രമോദി തയ്യാറാകുമോ എന്ന ചോദ്യമാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. രഞ്ജിത്ത്, ഏതായാലും ഇസ്രായേൽ ഇന്ത്യ ചർച്ച തുടരുകയാണ്. ഇന്നും വളരെ നിർണായകമായ ദിവസം തന്നെയാണ്. വിവിധ കരാറുകളിൽ ഒപ്പിടാൻ ഇന്ത്യയും ഇസ്രായേലും തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിരോധ രംഗത്തെ സഹകരണം, വ്യാപാര രംഗത്തെ സഹകരണം അടക്കം കാർഷിക മേഖലയിലും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമുക്കറിയാം ഇസ്രായേലിന് ഇന്ത്യക്ക് നൽകാനുണ്ട്. അതൊക്കെ സംഭവിക്കുകയാണ്. 2018 ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് പോകുന്നത്. അവിടുത്തെ നെസറ്റിനെ അഭിസംബോധന ചെയ്യുന്നു. ഭീകരാക്രമണത്തിനെതിരെ, ഹമാസിൻ്റെയും മറ്റും ആക്രമണത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് ഇന്ത്യ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നത് എന്ന് മോദി അവിടെ വ്യക്തമാക്കുകയും ചെയ്തു.